കേരളത്തില് എറണാകുളത്ത് ആലുവയിൽ ഒരു മകൻ സ്വന്തം അമ്മയെ ലൈംഗികമായിട്ട് നിരന്തരം ചൂഷണം ചെയ്യുകയുണ്ടായി. വർഷങ്ങളായി അവൻ സ്വന്തം അമ്മയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ വീട്ടിലുള്ള സമയത്ത് അയൽവാസികളെല്ലാം നിരന്തരം പാതിരാത്രി കാലങ്ങളിൽ അമ്മയുടെ നിലവിളി വീട്ടിൽ നിന്നും കേൾക്കാറുണ്ട്. പക്ഷെ നിവൃത്തികേടുകൊണ്ട് അമ്മ ഈ അടുത്താണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട മകന്റെ പീഡനങ്ങൾ അമ്മയ്ക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഒരു അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്വന്തം മകനെതിരെ കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മ എന്തുമാത്രം സഹിച്ചിരിക്കും. കേരളത്തിൽ 2024-25 കണക്കെടുപ്പ് പ്രകാരം 75,000 കുഞ്ഞുങ്ങളാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നത്. ഇത് വെറും ഒരു വർഷത്തെ കണക്കാണ്. മുതിർന്ന ആളുകളിൽ 7.5 ലക്ഷം. ഇത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയിൽ ഒരു വർഷത്തിൽ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള 75,000 കുട്ടികൾ ലഹരി മരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഗവൺമെന്റിന്റെ കണക്ക് മാത്രമാണിത്. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കണക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുതിർന്നവരിൽ 7.5 ലക്ഷത്തോളം ആളുകൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇതും ഗവൺമെന്റിന്റെ മാത്രമുള്ള കണക്കാണ്. നമുക്കറിയാത്ത എത്രയോ ഇരട്ടി കണക്കുകൾ ഉണ്ടായിരിക്കും പിന്നാമ്പുറത്ത്. എന്തൊരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കേരളത്തിലുള്ളവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ? മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് എത്ര പേരുടെ ജീവിതമാണ് പോകുന്നത്? എന്തൊരു നാശത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വരും തലമുറയെ, വരും കേരളത്തെ, വരും ഇന്ത്യയെ എങ്ങനെയെല്ലാം ബാധിക്കും? അവരുടെ വിഭവശേഷിയെ, സാമ്പത്തിക ശേഷിയെ, അത് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ, ഇതിനെല്ലാം എന്തുമാത്രം മോശമായി ബാധിക്കും? വളരെ വലിയ ദുരിതത്തിലോട്ടാണ് കേരളം പോകുന്നത്.